ഇപ്പോൾ ശശികല ടീച്ചർ നമുക്കൊപ്പം ചേരുകയാണ്. ടീച്ചർ, തത്വത്തിൽ അംഗീകാരം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പരിപാടി നടത്തിക്കോ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചോദിച്ച ഭക്തസമൂഹം ചോദിച്ച ചോദ്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് കർശന ഉപാധികളോടുകൂടിയാണ് ഈ സംഗമം നടത്താൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുമതി നൽകിയത്. ആദ്യ പ്രതികരണം. കോടതി അനുമതി കൊടുക്കുന്ന ഒരു സാങ്കേതികമായ അനുമതി നൽകുന്നു. ഇവിടെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം പമ്പാ സരസ്വതത്തില് അയ്യപ്പന്മാരുമായി ബന്ധപ്പെട്ടൊരു സമ്മേളനം നടത്തുമ്പോൾ അതിന്റെ അതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണം? അത് ഭക്തിയായിരിക്കണ്ടേ. അങ്ങനെ ഒരു ഭക്തിയുടെ ഒരു അന്തരീക്ഷത്തിലല്ല അത് വിളിച്ചു കൂട്ടിയിരിക്കണ്ടേ എന്നുള്ളത് തന്നെയാണ് ഭക്തരുടെ ആശങ്ക. കാരണം ഭക്തിയുടെ അന്തരീക്ഷത്തിലായിരുന്നുവെങ്കിൽ ഏറ്റവും അറിയപ്പെടുന്ന യുക്തിവാദിയായ സനാതന ധർമ്മത്തെ കൊലവിളിക്കുമെന്ന് പറഞ്ഞു നടക്കുന്ന സ്റ്റാലിനെ അല്ലല്ലോ ഉദ്ഘാടനത്തിന് വിളിക്കുക. അതുപോലെ തന്നെ പിണറായി വിജയനെ അല്ലല്ലോ അത് ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഇനി അതുമല്ല, ഇത്തരം കാര്യങ്ങൾ ദേവസ്വം ബോർഡ് തന്നെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വന്തം ഇതിലെ ഭക്തിയുടെ അന്തരീക്ഷത്തിൽ നടക്കുകയായിരുന്നെങ്കിൽ ആയില്ല. ഇതൊരു പാർട്ടി പരിപാടി മാതിരി പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് പലപ്പോഴും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ബ്രീഫ് ചെയ്ത് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ സർക്കാരിന്റെ ഉത്തരവുകളാണ് പലതും വന്നിരുന്നത്. അപ്പൊ അവിടെയൊക്കെ തന്നെ അതിന് സംശയമുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തു 1968 ഇതുപോലെ ശബരിമലയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് EMS മന്ത്രിസഭയുടെ കാലത്ത് ചെയ്തു. പക്ഷെ അതിന് സർക്കാരിന്റെ കൈകടത്തലുണ്ടായിരുന്നില്ല. അത് വളരെ കൃത്യമായി ഭക്തിയുടെ ഒരു അന്തരീക്ഷത്തിൽ അയ്യപ്പ ജ്യോതി ജ്വലിപ്പിച്ചുകൊണ്ട് ആ ജ്യോതിയുമായി പല ഭാഗങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇവിടെ ജ്യോതി ഇല്ല, ഇവിടെ ഒരു വിളക്ക് കത്തിക്കുമെന്ന് പോലും ദൈവത്തിനറിയാം, ഇവിടെ ഒരു ശരണം വിളിക്കുമോ നമുക്കറിയില്ല. അപ്പൊ ഇത്തിരി സ്ഥലമുണ്ട് പമ്പയുടെ മണൽപ്പരപ്പില്, അവിടെ വന്നു കൂടാം, പണമുള്ള അയ്യപ്പന്മാരെ ഒരുമിപ്പിച്ച് കൂട്ടാം. അത്തരത്തിലൊരു സങ്കുചിത ലക്ഷ്യം സങ്കുചിതം എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ ഭക്തി അല്ലാതെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അത് വിളിച്ചു കൂട്ടുന്നത് എന്നത് തന്നെയാണ് അതിന്റെ യഥാർത്ഥ വിശ്വാസികളുടെ ഒക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു അമ്പരപ്പും ആശങ്കയും. അതുകൊണ്ട് തന്നെയാണ് ശബരിമല സംരക്ഷണത്തിന്റെ സമ്മേളനത്തിന് പ്രത്യേകമായ പ്രാധാന്യം വരുന്നത്. ടീച്ചർ ഓർക്കുന്നുണ്ടാവും 2018 സെപ്റ്റംബർ 28 ആ വിധിക്ക് ശേഷം കേരളത്തിലല്ല ലോകമെമ്പാടുമുള്ള അമ്മമാർ കണ്ണീര് പൊഴിച്ചുകൊണ്ടാണ് ഇതേ ജനൻ ടിവിയുടെ സ്ക്രീനിലൂടെ ഈ സർക്കാരിൻ്റെ തോന്നിവാസം മുഴുവൻ ലൈവായി കണ്ടത്. അന്ന് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ വിലക്കായിരുന്നു, ഞങ്ങളൊക്കെ വലിയ ശത്രുക്കളായിരുന്നു ഇവർക്കൊക്കെ. പെട്ടെന്ന് ഇവരെല്ലാം ഓടി വന്ന് അയ്യപ്പന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു, അത് ചെയ്യുന്നു, മറ്റേത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീരവാദങ്ങൾ മുഴക്കുന്നു. എവിടെയോ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ. ടീച്ചർ, തീർച്ചയായും പൊരുത്തക്കേടുണ്ട്. 2018 ഓർക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മറന്നാലല്ലേ ഓർക്കാൻ പറ്റൂ. തീർച്ചയായും, കാരണം മറക്കാൻ പറ്റുന്ന അനുഭവങ്ങളല്ലല്ലോ അവിടെ ആർക്കും നമുക്ക് ഉണ്ടായത്. അത്രയും അയ്യപ്പ വേട്ട നടത്തിയവര് ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഈ അയ്യപ്പ ഭക്തന്മാരെ വെറും 7 കൊല്ലങ്ങൾക്ക് ശേഷം ഇവിടെ വിളിച്ചു കൂട്ടുമ്പോ അതിലെന്താണ് നയം? ആ നയം മാറിയിട്ടുണ്ടോ? വീണ്ടും ഇതുപോലെ ആളുകളെ കയറ്റാനുള്ള ഒരു അനുമതിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമ്മേളനം നടത്തുന്നത്, അവിടുത്തെ ആചാരം ലംഘിക്കാൻ വേണ്ടി. കാരണം ഈ ഒരു സമ്മേളനത്തിന് ആചാരവുമായോ അനുഷ്ഠാനവുമായോ വിശ്വാസവുമായോ ഒരു ബന്ധുവില്ലാതൊരു സമ്മേളനം നടത്തുന്നത്. അതാണ് ആളുകളിൽ ആശങ്ക നിലനിൽക്കുന്നത്. ഞങ്ങളുടെ കൂടെ ഇത്ര ആളുണ്ട്, അതും പണക്കാരാണ് വരുന്നത്. പണമുള്ളവർ പറയുന്നത് ബാക്കിയുള്ളവർ കേൾക്കണം എന്നുള്ളതാണല്ലോ ഇവരൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ കാരണം അവരാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ക്രൈറ്റീരിയ നമുക്കറിയില്ല, പക്ഷെ അവരാണ് തിരഞ്ഞെടുത്ത് അയക്കുന്നത്. അപ്പൊ കൂടുതൽ പണമുള്ളവൻ അവിടെ വരും. ആ പണമുള്ളവരൊക്കെ കൂടി തീരുമാനിക്കുന്നു ശബരിമലയുടെ പ്രശസ്തി വർദ്ധിക്കാനാണ്. ഇപ്പൊ വരുന്നതിന്റെ ഇരട്ടി ആളുകൾ വരണമെങ്കിൽ യുവതികളും കൂടെ വരണം, അവർ വന്നോട്ടെ. അപ്പൊ സത്യവാങ്മൂലത്തിനനുസരിച്ച് നമുക്ക് സുപ്രീം കോടതിയിൽ കേസ് കിടക്കുക, ഒന്നും എവിടെയും അവസാനിച്ചിട്ടില്ല. സഖാവ് ഗോവിന്ദൻ പറഞ്ഞു തന്നെയാണ് അവസ്ഥ. കഴിഞ്ഞ അധ്യായം ആണ്, അടഞ്ഞ അധ്യായമല്ല എന്ന് പറഞ്ഞുവല്ലോ. അപ്പൊ ആ അധ്യായം തുറക്കാനുള്ള അനുമതി വാങ്ങാൻ വേണ്ടിയാണോ ഇവിടെ ഇത്തരത്തിൽ ചെയ്യുന്നത്? അപ്പൊ ശബരിമലയിൽ ഇപ്പൊ ഇതൊന്നും ഈ ഒരു അയ്യപ്പ സംഗമത്തിന്റെയൊക്കെ ഒരു വിളിച്ചു കൂട്ടിയപ്പോഴേക്കും തന്നെ നമ്മൾ അഹങ്കാരം കണ്ടു. ദ്വാരപാലകരെ ഗോളക അഴിച്ചുമാറ്റി കൊണ്ടുപോയതും അത് കോടതി ഇടപെടുമ്പോഴേക്കും തന്നെ പുതുക്കി പണിയാനുള്ളൊരു ശ്രമം നടക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അയ്യപ്പ സംഘം അവർക്കൊരു എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഞങ്ങൾക്ക് കിട്ടുന്നു എന്നൊരു ധാരണയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് തോന്നുന്നു. വളരെയധികം പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം തന്നെയാണ് ടീച്ചർ ഇപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഞങ്ങളിപ്പോഴും ഓർക്കുന്നു ടീച്ചർ ഉൾപ്പെടെയുള്ളവരെ ഏത് രീതിയിലാണ് അന്ന് പിണറായിയുടെ പോലീസ് കൈകാര്യം ചെയ്തതെന്ന്. ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും ടീച്ചറോട് കാണിക്കാത്ത രീതിയിലുള്ള അത്രയും വലിയ ചെയ്തികളാണ് അന്ന് പിണറായി പോലീസ് ഉൾപ്പെടെ ചെയ്തത്. ഇരുമുടി കെട്ടുമായി എത്തിയ ഭക്തരുടെ ഇരുമുടി വാങ്ങി പിടിച്ചു വലിച്ചത് നിലത്തേക്ക് വലിച്ചെറിയുന്ന ദൃശ്യങ്ങളൊക്കെ ഇതേ ജനൻ ടിവിയുടെ സ്ക്രീനിൽ ലക്ഷോപലക്ഷം വരുന്ന അമ്മമാർ കണ്ണീരോടുകൂടി കണ്ട ആ ഒരു കാലഘട്ടം അതൊരിക്കലും മറക്കാൻ സാധിക്കില്ല.